നമസ്കാരം. അമ്മച്ചിയുടെ അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ആന്ധ്ര ഡിഷാണ്, ഒരു ദോശയാണ്. ദോശ എന്ന് പറയുമ്പോൾ ഒരുപാട് തരം ദോശയുണ്ട്, അവരുടെ ടൈപ്പിലും ഒരുപാട് ദോശയുണ്ട്. പക്ഷേ വൺ ഫേമസ് ദോശ ഈസ് കോൾഡ് പെസററ്റ്. പെസററ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെറുപയർ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ദോശയാണ് പെസററ്റ്. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് പുളിക്കുക, പൊങ്ങുക, കുറേ നേരം വെച്ചിരിക്കുക, ഇതിൻ്റെ ഒരു ആവശ്യമില്ല. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെറുപയർ കുതിർന്ന് കിട്ടാൻ കുറച്ച് സമയമെടുക്കും. അതിനും ഒരു എളുപ്പമാർഗം ഞാൻ പറഞ്ഞു തരാം. ഇൻ കേസ് മറന്നു പോയാൽ ഒരു 2 hours ഗ്യാപ്പേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ എന്നുണ്ടെങ്കിലും കൂടിയിട്ട് ഈ ദോശ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ജനറലി സ്റ്റാൻഡേർഡ് റൂൾ ഒരു 6 മണിക്കൂർ കുതിർത്ത് വെക്കണം എന്നാണ്. പക്ഷേ ഇൻ കേസ് മറന്നു പോയി കുതിർത്തിടാൻ എന്നുണ്ടെങ്കിൽ അതിനും ഒരു എളുപ്പമാർഗം ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ദോശ പെസററ്റ്. അത് സെർവ് ചെയ്യുന്നത് ജനറലി അവിടെ സെർവ് ചെയ്യുന്നത് ഒരു സ്വീറ്റ് ജിഞ്ചർ ചട്നി വെച്ചിട്ടാണ് അവിടെ സെർവ് ചെയ്യാൻ. ജനറലി അവിടെ അതാണ് ചെയ്യാറ്. അവര് പെസററ്റ് വെക്കുന്നു, ഒരു വൈറ്റ് കളർ നോർമൽ നമ്മുടെ ചട്നി വെക്കും. അത് കഴിഞ്ഞിട്ട് ഈ ജിഞ്ചർ ചട്നിയാണ് നമ്മൾ യൂഷ്വലി അവർ സെർവ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ഈസി ആയിട്ട് നമുക്കൊരു പെസററ്റ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുതിർത്ത് വെച്ചിരിക്കുന്നത്, ആദ്യം കുതിർത്ത് വെക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. ജനറലി എല്ലാവർക്കും ഉള്ള സംശയമാണ് എന്താണ് ഈ 1 കപ്പ്, 1/2 കപ്പ്, 1/4 കപ്പ് എന്നുള്ളത്. വീട്ടിൽ എന്തായാലും ഇങ്ങനൊരു സാധനം വാങ്ങിച്ചു വെക്കുക. ഇത് മെഷറിംഗ് കപ്പിന്റെ ഒരു ടോട്ടൽ ബഞ്ചായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതേപോലെ നമുക്ക് മെഷറിംഗിന്റെ സ്പൂൺസും കിട്ടും. അത് നമുക്ക് ഉണ്ടെങ്കിൽ എക്സാക്ട് മെഷർമെന്റ് ആണ് എല്ലാ കാര്യത്തിനും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ ഒരു 1/2 കപ്പ്, ഇതാണ് 1/2 കപ്പ്, 125 ml ആണ് എൻ്റെ കയ്യിലുള്ളത്. ആ 1/2 കപ്പ് ഇതിന് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇത് 1.5 കപ്പോളം പച്ചരി എടുത്തിട്ടുണ്ട്. സി, ജനറലി നമുക്ക് പെസററ്റിന് സോഫ്റ്റ് പെസററ്റ് ആണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈക്വൽ ആയിട്ട് എടുക്കുക. കുറച്ച് ക്രിസ്പി പെസററ്റ് ആണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അരിയുടെ അളവ് കൂട്ടുക. ഇതാണ് ജനറലി ഒരു കണക്ക്. അപ്പൊ ഇതിന് ഞാൻ 1 കപ്പ് ചെറുപയറും 1.5 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. എടുത്തിട്ട് നമ്മൾ ആദ്യം അതിനെ വാഷ് ചെയ്യുക. വാഷ് ചെയ്ത് കഴിഞ്ഞ് ഒരു കാസറോൾ, നോർമൽ ആയിട്ടുള്ള നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു കാസറോൾ എടുക്കുക. ആ കാസറോളിൽ ഇത് രണ്ടും കൂടി ഇട്ടിട്ട് തിളച്ച വെള്ളം, ഓക്കെ, തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു വെക്കുക. വെള്ളത്തിന് കണക്കൊന്നുമില്ല, മുങ്ങിയിരിക്കണം എന്ന് മാത്രമേ ഒരു കണക്ക് നോക്കാനുള്ളൂ. ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ അരിയും ഈ ചെറുപയറും ഇതുപോലെ കുതിർന്ന് നിങ്ങൾക്ക് കാണാം. ഓക്കെ, 6 മണിക്കൂർ കുതിർക്കുന്നവിടെ ഒരു എളുപ്പമാർഗമാണ് ഈ കാസറോളിൻ്റെ ഉള്ളിൽ ചുടുവെള്ളം ഒഴിച്ചിട്ട് ഇത് അടച്ചങ്ങട് വെച്ചാൽ നിങ്ങൾക്ക് ഒരു 1.5-2 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇത് കുതിർന്ന് കിട്ടും. എന്നിട്ട് ഇങ്ങനെ ഈ രീതിയിലാണ് നമ്മൾ കുതിർത്ത് വെക്കുന്നത്. ഇനി ഒരു ടിപ്പ് എന്താന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ നിങ്ങൾ ചെറുപയർ എടുത്തിട്ട് ഇത് കുതിർന്നോ എന്നറിയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഈ ചെറുപയറിനെ എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ മുറിച്ച് നോക്കി അത് 2ആയിട്ട് പോകുന്നുണ്ട്, കണ്ടോ? അതാണ് ഇറ്റ്സ് റെഡി ഫോർ ഗ്രൈൻഡിങ് എന്നുള്ളതിൻ്റെ കണക്ക്. ഓക്കെ, അപ്പൊ അങ്ങനെ കുതിർത്ത് വെച്ച കാസറോളിൽ കുതിർത്ത് വെച്ച ചെറുപയറും പച്ചരിയും കൂടിയിട്ടുള്ള മിക്സ് ആണ് ഇത്. ഇനി അരയ്ക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1/2 കപ്പ് തേങ്ങ ചിരവിയത്. ഇവിടെ നമ്മൾ സ്പൈസിന് വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്കിവിടെ ആവശ്യം മുഴുവൻ പച്ചമുളകിലാണ് നമ്മുടെ കളി. അതുകൊണ്ട് സ്പൈസിന് നിങ്ങൾക്ക് ആവശ്യമുള്ള പച്ചമുളക് ഞാൻ ഇവിടെ ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞി ബിഗ് ഓണിയൻ, ഒരു സവോളയുടെ ചെറിയ സവോള, അതെടുത്തിട്ട് നമ്മൾ റഫായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെക്കുക. പിന്നെ 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, ഇഞ്ചി 1 ഇഞ്ച് നീളത്തിലുള്ളത് ജസ്റ്റ് ഒന്ന് വെറുതെ റഫായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെക്കുക. ഈ കാണുന്ന ഇവിടെ ചോപ്ഡ് ഓണിയൻസ് നമ്മൾ പരത്തി കഴിഞ്ഞ്, ദോശയൊക്കെ പരത്തി കഴിഞ്ഞ് അതിൻ്റെ മുകളിലാണ് ഇടാൻ പോകണം. അതിപ്പോൾ നമുക്ക് ആവശ്യമില്ല, അതവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ ഇതാണ് നമ്മൾ അരയ്ക്കാൻ പോകുന്നത്. ഇത് പെസററ്റിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. ഇനി ഞാനൊരു സ്വീറ്റ് ജിഞ്ചർ ചട്നിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അതും കോക്കനട്ട് ചട്നിയും കൂടിയിട്ടാണ് ജനറലി സെർവ് ചെയ്യുക. അപ്പൊ ഇനി സ്വീറ്റ് ജിഞ്ചർ ചട്നിയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടത് ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി തൊലി കളയുക, സ്മോൾ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചത്. ഓക്കെ. കടുക് 1 ടീസ്പൂൺ, 1.5 ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പ്, നമ്മുടെ നോർമൽ ഉഴുന്ന് പരിപ്പ്. ഇത് ഇപ്പൊ എൻ്റെ അടുത്തുള്ളത് സ്പ്ലിറ്റ് ദാലാണ്. സോ ഞാൻ 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഹോളാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ 1 സ്പൂണ് മതിയാവും. ഓക്കെ. ഒരു 1.5 ടീസ്പൂണോളം ഉള്ള ഉഴുന്ന് പരിപ്പ്, ഉലുവ 1/2 ടീസ്പൂൺ, പിന്നെ വറ്റൽമുളക് എരിവിനനുസരിച്ചിട്ട് ഞാനൊരു 4 എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വറ്റൽമുളകിനനുസരിച്ചിട്ട് എരിവ് നിങ്ങൾക്ക് പാകത്തിനനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ വേണ്ടത് കരിവേപ്പിലയാണ്, കുറച്ച് കരിവേപ്പില. പിന്നെ പുളി, ഒരു ചെറിയ ലെമൺ സൈസ് പുളി കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. ഇതിനൊരു ട്രിക്ക് ഉണ്ട്, അത് ചട്നി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ. പിന്നെ സ്വീറ്റ് ചട്നിയാണ്, അതുകൊണ്ട് നമുക്ക് ആവശ്യം വെല്ലമാണ്. ഇതൊരു ബിഗ് ലെമൺ സൈസ് വെല്ലത്തിനെ ഞാൻ ഇത്തിരി പൊടിച്ചു വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സ്വീറ്റ് ജിഞ്ചർ ചട്നിക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പൊ ആദ്യം നമ്മൾ പെസററ്റിന്റെ മാവ് ഉണ്ടാക്കാൻ പോകണം. ഓക്കെ. നമുക്ക് മാവ് അരയ്ക്കാം. അപ്പോൾ ഞാനിത് മിക്സിയിൽ ഇട്ടിട്ടുണ്ട്. അരിയും ചെറുപയറും കുതിർന്നതാണ്. ഓക്കെ. ഇനി നമ്മൾ എല്ലാം ഇടുക. ഇതിൽ തേങ്ങ ഇട്ടു, ഉള്ളി ഇട്ടു. ഇത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ പെട്ടെന്നാവും. ജീരകം ഇട്ടു, കുരുമുളക് ഇട്ടു, ഇഞ്ചി, നമ്മുടെ പച്ചമുളക് എല്ലാം 1 സ്ട്രെച്ച് ഉള്ളിൽ പോകും. പുളിക്കാൻ വെക്കാത്തത് കൊണ്ട് അപ്പം തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ടേ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയാൻ പറ്റും. കുറച്ച് വെള്ളം ഒഴിക്കാം. ഇതൊന്ന് അരയണ്ടേ, അതിന് വേണ്ടിയിട്ട് സ്മൂത്ത് പേസ്റ്റ് ആണ് വേണ്ടത്. ഇനി ഞാൻ ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് നല്ലപോലെ അരയ്ക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ ഇത് അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒഴിക്കാം. വെരി സ്മൂത്ത് പേസ്റ്റ്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ പെസററ്റിൻ്റെ മാവ്. എല്ലാം കൂടി ഇട്ടിട്ട് അങ്ങോട്ട് അരയ്ക്കും. ഇപ്പം നമ്മുടെ മാവ് റെഡിയായി. ഇതിൽ ആവശ്യത്തിന് ഉപ്പിടുക. ഇതാണ് കൺസിസ്റ്റൻസി. അധികം തിക്കും അല്ല, നോട്ട് ടു വാട്ടറി ഓൾസോ. ഓക്കെ. ഞാൻ ദോശക്കല്ല് ഇവിടെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ദോശ ഉണ്ടാക്കുമ്പോൾ, ഇതിനാണെന്നില്ല, ജനറലി ദോശ ഉണ്ടാക്കുമ്പോൾ ഒരു ഡ്രൈ ക്ലോത്ത് എപ്പോഴും കയ്യിൽ വെക്കുക. ഹീറ്റിൻ്റെ ഇത് എപ്പോഴും നോക്കുക. ഒരു പ്രാവശ്യം നിങ്ങൾ ഹൈ ഹീറ്റിൽ വെച്ചാൽ പിന്നെ നിങ്ങൾ മാവ് ഒഴിച്ച് എണ്ണ ഒഴിച്ച് വരുമ്പോഴത്തേക്കും അത് ആ ഹീറ്റ് ഡൗൺ ആയിട്ടുണ്ടാവും. അതാണ് ഒന്നുമില്ലെങ്കിൽ കൂടിപ്പോവും, ഒന്നുമില്ലെങ്കിൽ ഡൗൺ ആവും. അതുകൊണ്ടാണ് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ദോശ കിട്ടാത്തത്. സോ എപ്പോഴും ഒരു മീഡിയം ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കൂ. എന്നിട്ട് ആദ്യം ഒന്ന് തുടയ്ക്കുക. എണ്ണയുടെ ആവശ്യം വേണ്ട, ഇല്ലെങ്കിൽ നമ്മുടെ മാവ് ഒട്ടിപ്പിടിക്കും. ഓക്കെ. ആൻഡ് നമ്മൾ ദോശ പോലെ ആസ് യൂഷ്വൽ ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഉണ്ടാവുക. ദോശ പോലെ ഒഴിക്കുക. ഓക്കെ. തേങ്ങ, ജീരകം, കുരുമുളക് പൊടി, കുരുമുളകിൻ്റെ മണം എല്ലാം കൂടി ചേർന്ന് യു വിൽ ഹാവ് എൻ അമേസിങ് ഫ്ലേവർ. ഇഞ്ചി, നല്ല പോലെ എണ്ണ ഒഴിക്കുക. നെയ്യ് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ നേരത്തെ കാണിച്ച ഓണിയൻ ഇടാൻ പോവാണ്. ഓക്കെ. ചോപ്ഡ് ഓണിയൻസ് ഇടുക. നമ്മുടെ ഓണിയൻ ദോശയ്ക്കൊക്കെ ഇടുന്ന പോലെ. ഓക്കെ. ഇപ്പോൾ ഞാൻ ഓണിയൻ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഇത് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതിലൊരു വലിയൊരു കാര്യം എന്താണെന്ന് അറിയും. ആന്ധ്ര സൈഡിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ പെസററ്റ്, ഇത് ജനറൽ പെസററ്റാണ്. ഒരുപാട് വെറൈറ്റി പെസററ്റുകളുണ്ട്. ബേസ് ഇതാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ നമ്മൾ മസാല ദോശയ്ക്ക് ചെയ്യുന്ന പോലെ
അവർ ചെയ്യുന്നത് ഉള്ളിൽ ഉപ്പുമാവ് വെക്കും എന്നുള്ളതാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം. ഉപ്മാവ് ഉള്ളിൽ വെച്ചിട്ട് മസാല ദോശ പോലെ തരും നമുക്ക്. സോ ഒരു ദോശയുടെ ഉള്ളിൽ ഉപ്മാവ് ഐ ഡോണ്ട് തിങ്ക് സോ. നമ്മൾ ആരും ഇതുവരെയ്ക്കും കഴിക്കാത്ത ഒരു കാര്യമാണ്. ഞാൻ ഇതുവരെയ്ക്കും ആ സാഹസത്തിന് മുതിർന്നിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് പരീക്ഷിക്കണം എന്നുണ്ടെങ്കിൽ പ്ലീസ് പരീക്ഷിച്ചിട്ട് ഗ്രൂപ്പിൽ അറിയിക്കുക. എനിക്കും അറിയണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. ഇപ്പോൾ നല്ല മണം വരും, ചെറുപയറിൻ്റെയും ഉള്ളിയുടെയും എല്ലാം കൂടിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു മണം വരും. ആൻഡ് വി ആർ ഡൺ. ഇതിനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യാം. ഓക്കെ, ട്രഡീഷണൽ ആന്ധ്ര പെസററ്റ് ഈസ് റെഡി ടു ബി സെർവ്ഡ്. വളരെ ഹെവി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. എന്ന് വെച്ചാൽ ഇതിൽ ഫില്ലിംഗ് ആണ്, ഒരുപാട് ഫില്ലിംഗ് ആണ്. ദാളല്ലേ, അപ്പോൾ നല്ല ഒരു ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ദോശയാണ്. ആൻഡ് ആ സ്മെൽ ഇറ്റ് സെൽഫ് ഇസ് സോ അപ്പറ്റൈസിങ്. പിന്നെ ഈ ക്രിസ്പിനെസ് വരുന്നത് ഞാൻ അരി കൂടുതൽ ഇട്ടതുകൊണ്ടാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പെസററ്റ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറുപയറിൻ്റെ അളവ് കൂട്ടിക്കോളും, ഒരു കുഴപ്പവും വരില്ല. സോ ഇനി നമ്മൾ ഇതവിടെ മാറ്റി വെക്കുക. അപ്പോൾ ഞാൻ സ്വീറ്റ് ചട്നി അഥവാ അല്ലം പച്ചടി, ഇതാണ് അതിൻ്റെ ശരിക്കുള്ള വേർഡ്. അല്ലം പച്ചടി എന്നാണ് അവരതിനെ പറയണത്. അല്ലം എന്ന് പറഞ്ഞാൽ ഇഞ്ചി, അതാണ് അവരുടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു ചട്നി. സോ ഞാൻ പുളിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദാറ്റ് ഒരു ട്രിക്ക് പറഞ്ഞു തരാം എന്ന്. ജനറലി നന്നായിട്ട് പുളി സ്ക്വീസ് ചെയ്ത് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കുറച്ച് പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് ഞാനിപ്പോൾ ഇത് മൈക്രോ ഓവനിൽ വെക്കാൻ പോവുകയാണ്. സോ ഞാൻ ഓവണിന് ജസ്റ്റ് ഒരു 1 മിനിറ്റോളം വെച്ചിട്ടുണ്ട്. ഓപ്പൺ ചെയ്തിട്ട് പുളിയും കുറച്ച് വെള്ളവും കൂടിയിട്ട് അതിൽ വെക്കുക. ഓക്കെ, ജസ്റ്റ് ഒരു ഫ്യൂ സെക്കൻഡ്സ്, ലൈക്ക് ഒരു 30 സെക്കൻഡ്സ് മാത്രം നമുക്ക് അതിനുള്ളിൽ വെക്കാൻ വേണ്ടു. അത് കഴിയുമ്പോഴത്തേക്കും പുളി റെഡി ടു ബി സ്ക്വീസ് ചെയ്യും കൂടി വേണ്ട, നമ്മൾക്ക് അങ്ങനെ എടുത്തിടാം, പുളി അലിഞ്ഞു പൊക്കോളും. അപ്പോൾ നമുക്ക് ആദ്യം എണ്ണ ഒഴിക്കാം. ഒരു 2-3 സ്പൂണ് വേണ്ടി വരും. ഇത് കുറച്ച് എണ്ണയിലുള്ള ചട്നിയാണ്. ഓക്കെ, ആദ്യം ഇടാനുള്ളത് ഉഴുന്ന് പരിപ്പ്. ഓക്കെ, ഇതൊക്കെ ഒന്ന് ബ്രൗൺ കളർ ആവാൻ പോവാണ്. ഉലുവ, കടുകും ഇട്ട് അരക്കുകയാണ്. ഓക്കെ, കറിവേപ്പില, നമ്മുടെ വറമുളക് ഞാൻ പൊട്ടിച്ചിടുകയാണ്, എളുപ്പം വറന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇഞ്ചി, ഇനി ഇതൊന്ന് നന്നായിട്ട് ഡ്രൈ ആവണം. നമ്മൾ ഈ പുളി ഇഞ്ചിക്കൊക്കെ വറക്കുന്ന പോലെ തന്നെയാണ് സംഭവം. ഇതാ നല്ല പോലെ ക്രിസ്പായിട്ട് ഇതൊക്കെ ഒന്ന് വഴറ്റി കിട്ടിയാൽ നമ്മൾ ആ ചട്നി അരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചി എല്ലാം നന്നായി വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഒരുമാതിരി ക്രിസ്പി. ഇതുണ്ടോ, ഇത് ഇളക്കുമ്പോൾ ആ ഒരു ശബ്ദം കേൾക്കും, അതാണ് ആ ക്രിസ്പിനെസ്സിൻ്റെ ശബ്ദം. ഇതാ, ഐ തിങ്ക് യു ക്യാൻ ഹിയർ ദാറ്റ്. യെസ്, ഈ പരുവത്തിൽ നമ്മൾ എടുക്കുന്നു. ഒന്ന് ചൂടാറിയതിന് ശേഷം ലെറ്റ് us ജസ്റ്റ് ഗ്രൈൻഡ് ഇറ്റ്. ഇപ്പോൾ ഞാനതിനെ മിക്സിയിലിട്ടിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ വറുത്തത് മുഴുവൻ ഇത്രയും ക്രിസ്പി ആയിരിക്കണം. ഇങ്ങനെ ഇട്ടാൽ കിടുങ്ങണം, അതാണ് കണക്ക്. ഇല്ലെങ്കിൽ നമ്മൾ വറുത്തത് ശരിയായില്ലെങ്കിൽ ഇതെല്ലാം ഒട്ടിപ്പിടിച്ച് താഴെ നിൽക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ വറക്കണത് ശരിയാണെങ്കിൽ ഒന്ന് ചീനച്ചട്ടി ഒന്ന് ആട്ടി നോക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കുലുക്കി നോക്കിയാൽ യു വിൽ നോ ദാറ്റ് ദിസ് ഇസ് ക്രിസ്പി. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം എടുത്ത് വെച്ച വെള്ളം ഇടണം. സ്വീറ്റ് അല്ലേ ചട്നി. പിന്നെ പുളിയുടെ പരുവം നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. മൈക്രോ ഓവനിൽ അങ്ങോട്ട് വെച്ചാൽ ഫുൾ എക്സ്ട്രാക്റ്റ് കിട്ടും എന്നുള്ളതാണ് ഇതിലത്തെ ഒരു കാര്യം. നമ്മൾ കൈകൊണ്ട് പിഴിഞ്ഞാവുന്നതിനെക്കാട്ടിലും മൊത്തം ഒരൊറ്റ എക്സ്ട്രാക്റ്റിൽ നമുക്ക് ഫുള്ളായിട്ട് കിട്ടും. ഞാനിപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട്
ടാമറിൻഡിൻ്റെ ഇതനുസരിച്ചിട്ട് ഞാൻ ഒഴിക്കുന്നുള്ളൂ. ലെറ്റ് us start with little. എപ്പോഴും അതാ സേഫ്. ഓക്കെ, ഇപ്പം ഞാൻ മിക്സിയിലിട്ടു ഒരു പൾസ്. ഓക്കെ, ഇങ്ങനെ ചെയ്യാവൂ, ചട്ടപ്പട്ടേന്ന് അരക്കരുത്. ഇതുപോലെ. ഇനി പതുക്കെ 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 മിക്സിയുടെ സ്പീഡ് കയറ്റിക്കൊണ്ടുവരിക. Now we are going to grind full-fledged. നമ്മൾ അരച്ചു കഴിഞ്ഞു. നമ്മുടെ അല്ലം പച്ചടി റെഡി. നമ്മൾ ഉപ്പിട്ടിട്ടില്ല. ഇനി നമ്മൾ ഫൈനലി ഉപ്പിട്ടിട്ട് ഇളക്കാൻ പോവാണ്. ഇവിടെ എന്താ മണം എന്നറിയോ? ഈ ഇഞ്ചി, ഇറ്റ് ഹാസ് ഗോട്ട് എൻ അമേസിങ് സ്മെൽ. ഉലുവ, ഇഞ്ചി എല്ലാം കൂടിയിട്ടുള്ള അതിൻ്റെ മണം ഭയങ്കര ഒരു ടെംപ്റ്റിംഗ് ആണ്. ഇനി ഇതിനെ ഞാൻ ഇതിലേക്ക് ഇടാൻ പോവാ. അപ്പോൾ നമ്മുടെ പെസററ്റ് വിത്ത് അല്ലം പച്ചടി ഓർ സ്വീറ്റ് ജിഞ്ചർ ചട്നി ഇസ് റെഡി ടു ബി സെർവ്ഡ്. ഓക്കെ, ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷനൊക്കെ വളരെ നല്ല കോമ്പിനേഷനാണ്. ഈ കോമ്പിനേഷൻ യു ഹാവ് ടു ട്രൈ. എന്നാലേ അത് എന്താണ് സ്വാദ് എന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ യമ്മി ഡിഷ്. അപ്പോൾ പെസററ്റ് സ്പൈസിയാണ്, ജിഞ്ചർ ചട്നി അതിലും സ്പൈസിയാണ്. എന്നാലും ആ ബ്ലെൻഡ്, ആ ഒരു ഹാർമണി ഇസ് വെരി നൈസ്. യുൽ ഗെറ്റ് എ വണ്ടർഫുൾ, യു നോ ദാറ്റ് പഞ്ചന്റ് ആസ് വെൽ ആസ് എ സ്വീറ്റ്. ഒരു സൈഡിൽ കൂടെ ഒരു പുളിപ്പ്, എല്ലാം കൂടിയിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. നമ്മുടെ പെസററ്റ് ആൻഡ് അല്ലം പച്ചടി റെഡി ആയി കഴിഞ്ഞു. വീഡിയോ വീണ്ടും ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പിയുമായി അമ്മച്ചിയുടെ അടുക്കളയിൽ നിങ്ങളെ വീണ്ടും കാണുന്നത് വരയ്ക്കും. വിനീസ് കിച്ചൺ, വിനി സൈനിങ് ഓഫ്. ബൈ ബൈ.